ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പാടുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം പൊട്ടിയ ശേഷം ഞാൻ അതിലേക്ക് 2 വറ്റൽമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വറ്റൽമുളക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. വറ്റൽമുളക് ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചതച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴൻ്റെ കളർ മാറി വരട്ടെ. ഓക്കെ, ഈ ഒരു പാകപ്പരുവാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളിൻ്റെ കളറൊക്കെ മാറി ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20ഓളം ചെറിയുള്ളി ചതച്ചാണ് അത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സവാള ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഓക്കെ, സവാളയാണെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്താൽ മതിയാവും. അടുത്ത ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പിനെ പൊടിയാക്കിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഓക്കെ, വേണ്ട നമ്മുടെ ഈ ചെറിയ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ചെറിയ ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാൻ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതായത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി കൂടെ തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എരിവിന് പച്ചമുളകും മുളകും മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, വേണ്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പം ചേർക്കാണ്ട് എപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളിത് അടച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ അടുപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ വേവുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ സമയത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. ഓക്കെ, അതൊന്ന് നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച ശേഷം വീണ്ടും നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ 1-2 തവണ ഞാനിങ്ങനെ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് നോക്കുന്നുണ്ട്, ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് പാകപ്പരുവായിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. ഞാനിവിടെ എൻ്റെ കുറച്ച് മല്ലിയിലയുണ്ട്, അത് ഞാൻ കുറച്ചുകൊണ്ട് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്